മലയാള സിനിമയിൽ പഴയ കാലത്ത് നമ്മളെ രസിപ്പിച്ച ഒരു കൂട്ടുകെട്ടുണ്ട് ദാസനും വിജയനും. അതായത് നമ്മുടെ ലാലേട്ടനും ശ്രീനിയേട്ടനും ഇവരുടെ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ അതൊരു അസാമാന്യ സംഭവമാണ്. കാരണം കാണികളെ നല്ല രീതിയിൽ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ കഴിവുള്ളൊരു കോംബോ ആയിട്ട് തന്നെ നമുക്കിതിനെ കണക്ക് കൂട്ടാവും. അത് ആ ഒരു പഴയ കാലം. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ മകൻ ധ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ, ഇവർ ഒരുമിച്ച് ഒരു നല്ലൊരു സിനിമ തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. തിയേറ്ററിലെത്തി ഒരുപാട് ആഴ്ചകൾ പിന്നിട്ടു. അതിനുശേഷമാണ് ആ സിനിമ എനിക്ക് കാണാനുള്ളൊരു അവസരം ലഭിച്ചതും അതിനെക്കുറിച്ചൊരു റിവ്യൂ പറയാനും സമയം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നല്ല രീതിയിൽ ആസ്വദിച്ച് സിനിമയെക്കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് ചെറിയൊരു റിവ്യൂ എന്നാലാവുന്ന രീതിയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ സിനിമയിലേക്ക് കിടക്കുകയാണ്. കൂടാമ്പക്കം മുഖങ്ങളുമായിട്ട് പോകുന്ന യുവാക്കൾ, അവരുടെ സ്വപ്നങ്ങൾ തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമയിൽ നമ്മുടെ പ്രണവ് മോഹൻലാലായാലും വിനീത് ശ്രീനിവാസനായാലും അവർക്കൊക്കെ കിട്ടിയ ക്യാരക്ടർ നല്ല രീതിയിൽ അവർ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെ എടുത്തു പറയണം. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടേതാണ്. ഈ നിവിൻ പോളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ രീതി, അഭിനയ ശൈലി, അദ്ദേഹത്തിൻ്റെ കോമഡി രംഗങ്ങളായാലും അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗങ്ങളായാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇദ്ദേഹം ഇല്ലെങ്കിൽ സാധ്യമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. അതാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ഈ സിനിമ. തീർച്ചയായിട്ടും ഇപ്പോഴും തിയേറ്ററിൽ വിജയകരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ നിങ്ങൾ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. വൺ ടൈമായിട്ട് വാച്ച് ചെയ്ത് നമുക്ക് ആസ്വദിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഈ സിനിമയിൽ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.